പൊടിച്ചതല്ലേ പൈസ, ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 കോടി റുപ്യ കെട്ടാനുണ്ട്. ആകെ 4 കോടി രൂപയാണ് സ്പോൺസർഷിപ്പ്. അതുകൊണ്ട് ഈ കടം തീരൂല. 74 ലക്ഷം രൂപയുടെ സമ്മാനം 4000 ആൾക്ക്. അവിടെ 623 ആളാണ് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും മൈക്ക് സെറ്റുകാരനും ഉൾപ്പെടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത്. പോലീസുകാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും ഉൾപ്പെടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് 623 ആളാണ്. രാവിലെ 4000, ഉച്ചയ്ക്ക് 4000, രാത്രി 4000. ഏത് 4000? അവർക്കൊക്കെ കിറ്റ്, ഒരു യൂണിറ്റ് അരവണ, ഒരു യൂണിറ്റ് അപ്പം, വിഭൂതി, അതിനെല്ലാം കൂടി 74 ലക്ഷം. താജ് കുമരകം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പണ്ട് താമസിച്ച താജ് കുമരകത്തിൽ 3,39,840 രൂപയാണ് അഡ്വാൻസ് പേയ്മെന്റ്. 3,39,840 അഡ്വാൻസ് പേയ്മെന്റ്. ടാക്സി വിളിച്ച വകയിൽ 10,17,000. 5 സ്റ്റാർ സംഗമമല്ലേ, പൈസ പൊടിച്ചതല്ലേ, അല്ലേ? പൊടിച്ചതല്ലേ പൈസ, ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 കോടി റുപ്യ കെട്ടാനുണ്ട്. ആകെ 4 കോടി രൂപയാണ് സ്പോൺസർഷിപ്പ്. അതുകൊണ്ട് ഈ കടം തീരൂല. എല്ലാ കണക്കും വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ കണക്ക് ഏറ്റവും ചെറിയ കണക്ക്. പലരും പല കണക്കാ പറഞ്ഞത്. ജയകുമാർ ഒരു കണക്കാ പറഞ്ഞത്, ഓഡിറ്റർ ഒരു കണക്കാ പറഞ്ഞത്. ഏതായാലും 6.55 ഏറ്റവും ചുരുങ്ങിയ കണക്ക്. അപ്പൊ ഈ 4 കോടി കൊണ്ട് ഒക്കുവോ? ഇതൊരു 5 സ്റ്റാർ സംഗമം, അടിച്ചു പൊളിച്ചതാ. 4 കോടി ആർമാദിക്കുക, അതാണ് സംഭവം. അതല്ലല്ലോ അന്ന് നടന്നത്. അന്ന് നടന്ന ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാ. ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറി. അപ്പോൾ ഇതല്ല അന്ന് നടന്ന. അന്ന് അതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ മരിച്ചു തീർന്നു പോയിട്ടൊന്നുമില്ല. അവരൊക്കെ ഇപ്പോൾ ജീവനോടുണ്ട്. ഞാൻ അവരുമായി സംസാരിച്ചു. അന്നത്തേത് ഒരു ഭക്ത ജനസംഗമമായിരുന്നു. ഇപ്പൊ പന്തളത്ത് നടന്നില്ലേ ഈ സംഗമം നടന്നതിന് ശേഷം, അതുപോലത്തെ ഒരു സംഗമമായിരുന്നു അന്ന്. അതായിരുന്നു നടന്നത്. ഇന്ന് നടന്നത് അതല്ല, 5 സ്റ്റാർ ആർമാദിക്കലാണ് നടന്നത്. അപ്പൊ അതൊന്നും നമ്മൾ ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്, ദയവ് ചെയ്തിട്ട്.